പിന്നെ ഈ ബുരാരി കേസിൽ ഒരു ഫാമിലിയിൽപ്പെട്ട ഇത്രയും പേര് പെട്ടെന്ന് ഒരു ദിവസം സൂസൈഡ്, ഇൻക്ലൂഡിങ് എ ഡോക്ടർ, ചെറിയ കുട്ടികൾ, പ്രായമുള്ള ആൾക്കാർ, ഇവരെല്ലാം ഒരേ മൈൻഡ് സെറ്റിൽ വന്നിട്ട് എങ്ങനെയാണ് സൂസൈഡ് ചെയ്യുന്നത്? അപ്പം ഞാനിങ്ങനെ വിചാരിച്ചു ഇവർക്ക് ഈ ബോഡി വേണ്ട, ഇവർ വേറെ ഏതോ ഒരു ബോഡിയിലേക്ക് പോയി ഈ വിവാദങ്ങൾ, ഇവർ മരണപ്പെട്ട വാർത്തകളും പോലീസ് അന്വേഷണം നടക്കുന്നതൊക്കെ വേറൊരു സ്ഥലത്തിരുന്ന് കാണുന്നുണ്ടെങ്കിലോ, വേറൊരു ബോഡിയിലൂടെ നമുക്ക് ഇതും അസ്യൂം ചെയ്യാൻ പറ്റും. ഈ ഒരു തോട്ട്സ് എല്ലാം കൂടെ ചേർന്നിട്ട് ഇപ്പം ഞാൻ പറഞ്ഞ ബോഡി ഷേമിങ്ങിൻ്റെ ഒരു കാര്യമുണ്ട്. എനിക്ക് എൻ്റെ ബോഡി ഇഷ്ടമല്ല, എനിക്ക് ഇഷ്ടപ്പെട്ട യഥേഷ്ടം ഒരു ബോഡി സെലക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനം ഇവിടെ വന്നു കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? നമുക്കൊരിക്കലും പണ്ട് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ ഒരു ദൂരെയുള്ള ഒരാളെ ഫോണിൽ വിളിക്കാൻ പറ്റുമെന്ന്? ഒരിക്കലും വിചാരിച്ചിട്ടില്ലല്ലോ. മൊബൈൽ, അതായത് ലാൻഡ് ഫോണൊക്കെ ഉള്ള സമയത്ത് മൊബൈൽ കണ്ടുപിടിച്ചു എന്ന് പറയുമ്പോൾ അത്ഭുതമായിരുന്നു എൻ്റെ തീരെ ചെറിയ പ്രായത്തിൽ. ഇവിടെ നമ്മുടെ BSNL ലോഞ്ച് ചെയ്ത് വന്നപ്പോഴേക്കും ഹച്ച് എന്നൊക്കെ പറഞ്ഞതൊക്കെ വന്ന് കണക്ഷനൊക്കെ എടുത്ത ആൾക്കാർ മറ്റേ കൊമ്പുള്ള ഫോണൊക്കെ ആയപ്പോഴേക്കും അത്ഭുതത്തോടു കൂടി നോക്കുമായിരുന്നു ആൾക്കാർ. ഇതുപോലെ തന്നെ നമുക്ക് അത്ഭുതങ്ങൾ പലത് അറിയാൻ പറ്റത്തില്ല എങ്ങനെയാണ്. ഈ പറഞ്ഞ കണക്ക് ബോഡി സ്വിച്ചിങ്ങോ ആസ്ട്രോ പ്രൊജക്ഷനൊക്കെ റിയൽ ആയിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും? അതിന് ഒരുപാട് ഭവിഷ്യത്തുണ്ട്. ആർക്ക് വേണമെങ്കിലും ഇഷ്ടമുള്ള ബോഡി ചൂസ് ചെയ്യാം. നമ്മുടെ ബോഡി നശിപ്പിച്ചിട്ട്, ഇപ്പോൾ ഒരാൾ തൂങ്ങി മരിച്ച് കിടക്കുകയാണ്, പക്ഷെ അയാൾ വേറൊരു ബോഡിയിൽ നിന്നിട്ട് ഇതെല്ലാം കാണുന്നുണ്ട്. അങ്ങനൊരു സാധനത്തിലേക്ക് പോകുന്ന ഒരു സിറ്റുവേഷനാണ് ഞാൻ രാത്രി 12 ശേഷത്തിൽ കൊണ്ടുവന്നിട്ടുള്ളത്.